2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചില പ്രത്യേകമായ കോൺസ്റ്റിറ്റ്യുവൻസികൾ, അതായത് BJP എ ക്ലാസ് മണ്ഡലമായി കണക്കാക്കുന്ന, ഉറപ്പായും വിജയ ശതമാനം ശക്തമായി നിൽക്കുന്ന മണ്ഡലങ്ങൾ, അതിൽ അവരെ വിജയിക്കാൻ ഇടതുപക്ഷത്തിൻ്റെ സഹായം തേടിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ഡീൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് കോൺഗ്രസ് വെറുതെ ആരോപിക്കുന്നതല്ല. ശക്തമായ തെളിവുണ്ട്. നേമത്ത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവലം 3000 വോട്ടുകൾക്ക് മാത്രമാണ് വി ശിവൻകുട്ടി ജയിച്ചത്. അവിടെ കുമ്മനം രാജശേഖരനാണ് രണ്ടാമതെത്തിയത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 8671 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ആദ്യമായി താമര വിരിഞ്ഞത്. അതുപോലെ തന്നെ കഴക്കൂട്ടത്ത് കഴിഞ്ഞ തവണ 25,000-ഓളം വോട്ടുകൾക്ക് കടകംപള്ളി സുരേന്ദ്രൻ വിജയിച്ചെങ്കിൽ പോലും അതിന് മുമ്പത്തെ തിരഞ്ഞെടുപ്പിൽ, അതായത് 2016 തിരഞ്ഞെടുപ്പിൽ അവിടെ കടകംപള്ളി സുരേന്ദ്രൻ വെറും 7000 വോട്ടുകൾക്കാണ് ജയിച്ചത്. അതായത് BJP ഇത്തവണ രാജീവ് ചന്ദ്രശേഖരൻ ലോക്സഭയിൽ കഴക്കൂട്ടത്ത് 10,800-ലധികം വോട്ടിൻ്റെ ലീഡാണ് നേടിയെടുത്തത്. ഒന്ന് ഓർക്കണം, BJP സ്ഥാനാർത്ഥി രണ്ടാമതെത്തിയ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ CPI സ്ഥാനാർത്ഥിക്ക് വളരെ വിദൂരമായ 3ാം സ്ഥാനം മാത്രമാണ് ലഭിച്ചത്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. അതായത് CPIM ഘടകകക്ഷികളെ ഒരു രീതിയിലും ബഹുമാനിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, CPIM BJP ഡീൽ പലയിടത്തും വ്യക്തമാവുകയാണ്. വാസ്തവത്തിൽ CPIM BJP ഡീൽ എത്രത്തോളം ശക്തമായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവുകൾ വരും ദിവസങ്ങളിൽ കൂടുതലായി വ്യക്തമാകും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്. അത് ഒന്നും രണ്ടുമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നതല്ല. 10ഓളം മണ്ഡലങ്ങളാണ് BJP കൃത്യമായി ആരായുന്നത് വിജയിക്കാൻ അവർക്ക് കേൾപ്പുണ്ട് എന്ന്. എന്നാൽ അതിൽ 5 എണ്ണമെങ്കിലും ജയിപ്പിച്ച് കൊടുത്താൽ തീർച്ചയായും വീണ്ടും ഇടതുമുന്നണിക്ക് തുടർഭരണം എന്ന വാഗ്ദാനം, അത് കേന്ദ്രം ഉറപ്പ് നൽകുന്ന രീതിയിലേക്കാണ് രാഷ്ട്രീയ നീക്കം. നമുക്കറിയാം, 2026 കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും UDFിനെ സംബന്ധിച്ചിടത്തോളവും ഒരു ഡു ഓർ ഡൈ ബാറ്റിൽ എന്ന പോലെ തന്നെയാണ്. കാരണം അത്രമേൽ UDFിനും മതേതര കേരളത്തിനും അധികാരത്തിലേക്ക് തിരിച്ചു വരേണ്ടതിൻ്റെ അനിവാര്യത വിളിച്ചോതുന്ന തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും അത്. പിണറായി വിജയൻ്റെ ധാർഷ്ട്യവും ധിക്കാരവും അഴിമതിയും നിറഞ്ഞ ഈ ഭരണത്തെ തൂത്തെറിയേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഏത് രീതിയിലും നെറികെട്ട രാഷ്ട്രീയ കളി കളിക്കുന്ന വലിയ ഒരു രീതി, ആ ഒരു സമീപനത്തെ മാറ്റാനും ജനങ്ങൾക്കിടയിൽ അവബോധം ഉളവാക്കാനും വേണ്ടി കോൺഗ്രസിൻ്റെ മിഷൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വാസ്തവത്തിൽ CPIMലെ തിരുത്തൽ ശക്തികളായി നിൽക്കുന്നവർക്ക് പോലും ആ പാർട്ടിയോട് ഒരു രീതിയിലും മതിപ്പില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ നഗ്നമായ സത്യം. CPIMനെ എല്ലാ രീതിയിലും ഇപ്പോൾ BJP എന്തുകൊണ്ട് സഹായിക്കുന്നു എന്ന് ചോദിച്ചാൽ, കോൺഗ്രസ് മുക്ത ഭാരതം, കോൺഗ്രസ് മുക്ത കേരളമാണ് അവരുടെ അജണ്ട. കോൺഗ്രസ്സാണ് അവരുടെ നമ്പർ 1 ശത്രു. അതിനുവേണ്ടിയുള്ള തീവ്രമായ ശ്രമത്തിൽ CPIMനെ ഒപ്പം കൂട്ടുകയാണ്. വാസ്തവത്തിൽ എങ്ങനെയാണോ തെലങ്കാനയിൽ BRS BJPയെ സഹായിച്ച് നശിച്ച് നാമാവശേഷമായത്, അതുപോലെ CPIM BJPയെ സഹായിക്കുക വഴി CPIM നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള തിരിച്ചറിവ് അവർക്ക് ഉണ്ടായാൽ കൊള്ളാവുന്നത് തന്നെയാണെന്നാണ് പല നേതാക്കളും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്.